ജിമ്മിൽ പോകുന്ന ആളുകൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും വേ പ്രോട്ടീൻ ഒക്കെ വെറും കെമിക്കലാണ്, ആർട്ടിഫിഷ്യൽ ആണ് എന്നൊക്കെ. എന്താണ് ഈ വേ പ്രോട്ടീൻ എന്ന് നോക്കിയാലോ. നമ്മൾ കുടിക്കുന്ന അതേ പാലിൽ നിന്നാണ് വേ പ്രോട്ടീൻ വരുന്നത്. പാൽ പ്രോസസ് ചെയ്യുമ്പോൾ തൈര് രൂപപ്പെടുന്നു. ഈ തൈര് വേർതിരിച്ചെടുക്കുമ്പോൾ ബാക്കിയാവുന്ന മഞ്ഞ ദ്രാവകമാണ് വേ. ഈ വേ ദ്രാവകത്തെയാണ് അൾട്രാ ഫിൽട്രേഷൻ പോലുള്ള ടെക്നിക്കിലൂടെ കടത്തിവിട്ട് അതിലുള്ള കൊഴുപ്പും ലാക്ടോസും നീക്കം ചെയ്യുന്നത്. അങ്ങനെ ഉയർന്ന പ്രോട്ടീൻ അളവിലുള്ള ശുദ്ധീകരിച്ച ഈ ദ്രാവകം പിന്നീട് ഉണക്കി പൊടിയാക്കി മാറ്റുന്നു. ഇതിൽ അൺനാച്ചുറലായി ഒന്നു തന്നെയില്ല. പ്രോട്ടീൻ വെറും ഒരു പോഷകം മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ മാക്രോ ന്യൂട്രിയൻ കൂടെയാണ്. പേശികൾ, ചർമ്മം, മുടി, എൻസൈമുകൾ, ഹോർമോണുകൾ ഇതെല്ലാം പ്രോട്ടീൻ ഉപയോഗിച്ചാണ് നമ്മുടെ ശരീരം നിർമ്മിക്കുന്നത്. ഇന്ന് അത്ലീറ്റ്സിന്റെയും ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റുകളുടെ ഇടയിലും വേ പ്രോട്ടീൻ വളരെ പ്രചാരം നേടാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. ഇതിൽ ഒന്നാമതായി ഫാസ്റ്റ് അബ്സോർപ്ഷനാണ്. വേ പ്രോട്ടീൻ വളരെ വേഗത്തിൽ ദഹിക്കുകയും അബ്സോർബ് ആവുകയും ചെയ്യുന്നു. രണ്ടാമതായി അതിലുള്ള ഹൈ പ്രോട്ടീൻ ആൻഡ് ലോ ഫാറ്റ് ആണ്. അതായത് ഒരു സ്കൂപ്പിൽ 30 ഗ്രാം വരെ പ്യുവർ പ്രോട്ടീൻ ലഭിക്കുമ്പോൾ കൊഴുപ്പും ലാക്ടോസും വളരെ കുറവായിരിക്കും. മൂന്നാമതായി ഇതൊരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ ആണ്. ശരീരത്തിൽ ആവശ്യമായ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. വേ പ്രോട്ടീൻ പൊതുവെ സുരക്ഷിതമാണെങ്കിലും ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ലാക്ടോസ് അലർജി ഉള്ളവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ്, വയറുവേദന, ഗ്യാസ് പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വൃക്ക രോഗമുള്ളവർ ഉയർന്ന അളവിൽ പ്രോട്ടീൻ കഴിക്കുന്നത് അപകടമാണ്. ഇവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പ്രോട്ടീൻ കഴിക്കണം. അതുപോലെ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് വേ പ്രോട്ടീൻ അവൈലബിൾ ആണ്. അതിൽ ലെസ് ഇൻഗ്രീഡിയന്റ് ഉള്ളതും ക്വാളിറ്റി ഉള്ളതുമായ വേ പ്രോട്ടീൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയും വേ പ്രോട്ടീൻ ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ജിമ്മിൽ പോകുന്ന ആളുകൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും വേ പ്രോട്ടീൻ ഒക്കെ വെറും കെമിക്കലാണ്, ആർട്ടിഫിഷ്യൽ ആണ് എന്നൊക്കെ. എന്താണ് ഈ വേ പ്രോട്ടീൻ എന്ന് നോക്കിയാലോ. നമ്മൾ കുടിക്കുന്ന അതേ പാലിൽ നിന്നാണ് വേ പ്രോട്ടീൻ വരുന്നത്. പാൽ പ്രോസസ് ചെയ്യുമ്പോൾ തൈര് രൂപപ്പെടുന്നു. ഈ തൈര് വേർതിരിച്ചെടുക്കുമ്പോൾ ബാക്കിയാവുന്ന മഞ്ഞ ദ്രാവകമാണ് വേ. ഈ വേ ദ്രാവകത്തെയാണ് അൾട്രാ ഫിൽട്രേഷൻ പോലുള്ള ടെക്നിക്കിലൂടെ കടത്തിവിട്ട് അതിലുള്ള കൊഴുപ്പും ലാക്ടോസും നീക്കം ചെയ്യുന്നത്. അങ്ങനെ ഉയർന്ന പ്രോട്ടീൻ അളവിലുള്ള ശുദ്ധീകരിച്ച ഈ ദ്രാവകം പിന്നീട് ഉണക്കി പൊടിയാക്കി മാറ്റുന്നു. ഇതിൽ അൺനാച്ചുറലായി ഒന്നു തന്നെയില്ല. പ്രോട്ടീൻ വെറും ഒരു പോഷകം മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ മാക്രോ ന്യൂട്രിയൻ കൂടെയാണ്. പേശികൾ, ചർമ്മം, മുടി, എൻസൈമുകൾ, ഹോർമോണുകൾ ഇതെല്ലാം പ്രോട്ടീൻ ഉപയോഗിച്ചാണ് നമ്മുടെ ശരീരം നിർമ്മിക്കുന്നത്. ഇന്ന് അത്ലീറ്റ്സിന്റെയും ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റുകളുടെ ഇടയിലും വേ പ്രോട്ടീൻ വളരെ പ്രചാരം നേടാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. ഇതിൽ ഒന്നാമതായി ഫാസ്റ്റ് അബ്സോർപ്ഷനാണ്. വേ പ്രോട്ടീൻ വളരെ വേഗത്തിൽ ദഹിക്കുകയും അബ്സോർബ് ആവുകയും ചെയ്യുന്നു. രണ്ടാമതായി അതിലുള്ള ഹൈ പ്രോട്ടീൻ ആൻഡ് ലോ ഫാറ്റ് ആണ്. അതായത് ഒരു സ്കൂപ്പിൽ 30 ഗ്രാം വരെ പ്യുവർ പ്രോട്ടീൻ ലഭിക്കുമ്പോൾ കൊഴുപ്പും ലാക്ടോസും വളരെ കുറവായിരിക്കും. മൂന്നാമതായി ഇതൊരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ ആണ്. ശരീരത്തിൽ ആവശ്യമായ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. വേ പ്രോട്ടീൻ പൊതുവെ സുരക്ഷിതമാണെങ്കിലും ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ലാക്ടോസ് അലർജി ഉള്ളവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ്, വയറുവേദന, ഗ്യാസ് പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വൃക്ക